മുഖത്ത് കാണണ്ട് സുന്ദരാ. ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു കൃഷിപ്പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ചീരയുടെ വിത്തൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നടണം. ഇത് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിന്റെ ബാക്കില് വേസ്റ്റ് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് പിടിക്കാൻ വെച്ചേക്കുന്ന ഇതാണ്. പക്ഷെ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല, പഴയതായി. അപ്പൊ ഇതിനകത്ത് പിന്നെ നമ്മുടെ കുറച്ച് ഗ്രോ ബാഗ് ഒക്കെ ഉണ്ട്, അതിനകത്ത് ഇവിടെയൊക്കെ നമുക്ക് ചീരയൊക്കെ നടാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് 2 ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തണ്ട് കിട്ടിയിട്ടുണ്ട്, അതും നമുക്ക് നടണം. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് കുറച്ച് മണ്ണ് അപ്പുറത്ത് പോയി എടുത്തോണ്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിനകത്തും ഗ്രോ ബാഗിനകത്തും ഒക്കെ നിറച്ച് വെക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ട്രെയിലും ഈ കുഞ്ഞ് ട്രെയിലും മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചീരയുടെ വിത്ത് ഇട്ട് കൊടുക്കാം. ഇതും അന്ന് മനോരമയുടെ ആ ഫ്രീ കിട്ടിയതിന്റെ കൂട്ടത്തിലുള്ളതാ. ഞാൻ പിന്നെ അപ്പം എടുത്തില്ലെന്നേ ഉള്ളൂ. ഇതെങ്ങനെ ഇടുന്നു? ഇത് ചുമ്മാ ഇങ്ങനെ ഇട്ടാ മതിയായിരിക്കും അല്ലേ? കുറേശ്ശെ കുറേശ്ശെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ വേണം. തൈയല്ല, കമ്പ്. ഇത് ഈ വേര് ഭിത്തിയിലൊക്കെ പറ്റി പിടിച്ച് കയറുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ആ ഒരു മൂലയ്ക്കാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഭിത്തിയുടെ സൈഡിൽ കൊണ്ടുവരണം. വല്ലവരുടെയും പറമ്പ് വന്ന് തൂത്തുവാരേണ്ട അവസ്ഥയിൽ കരിയില വരാം. അവിടെ ചുറ്റും മരങ്ങളാണെങ്കിൽ കൂടി കരിയിലൊന്നുമില്ല. എല്ലാം തേക്കിൻ്റെ ഇലയൊക്കെ ആയതുകൊണ്ട് കരിയില അധികം അങ്ങനെ കിട്ടില്ല. എല്ലാം ആറ്റിലോട്ടാണ് പോകുന്നത്. അപ്പം ഇവിടെ നല്ല വിശാലമായ ഗ്രൗണ്ടാണ്. അവിടെ ഞാൻ മോനെ നാണം. അപ്പൊ ഗായ്സ്, നമ്മൾ ഇതാണ്ട് അവിടെ പോയി ഒരു കുട്ട മണ്ണും കൂടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രോ ബാഗിലുള്ള പരിപാടിയാണ്. ആദ്യം ഗ്രോ ബാഗ് നേരെ വെക്കാം.
എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ വാരിക്കൊണ്ടുവന്ന കരിയില പാതി നിറയും. അപ്പൊ പാതി മണ്ണ് നിറയും. എങ്ങനെയുണ്ട് ഇത്? ഇപ്പൊ ഒരു കരിയില നമ്മൾ വേസ്റ്റ് ആക്കാൻ നമുക്കില്ല ഇവിടെ. ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്ത ബോയാണ്. നല്ല ഫേമസ് ആയി പോയാലോ, സെലിബ്രിറ്റി ആയി പോയാലോ. നോക്കട്ടെ, ഹെയർ സ്റ്റൈലാ കൊള്ളാമല്ലോ. പുതിയ മോഡല്. പേരെന്തിനാണ്? എല്ലാ പേരും അറിയാം. ഇത് എന്തിനാണ് ഇതിന്റെ പേരെന്തിനാണ്? കേട്ടില്ല. ഫെയ്ഡ്. ഓക്കെ. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് മുടി വെട്ടാൻ പോണത്. പക്ഷെ മുഖം ഒന്ന് കാണണ്ട് സുന്ദരാ. ആ മുഖം ഒന്ന് നോക്കട്ടെ. ഇത്രയും മതിയാ? പിന്നെ നമുക്ക് അതിനകത്ത് മണ്ണ് വാരിയിട്ട് ഇതില് നമ്മള് മണ്ണെടുത്തു മാറ്റിയൊക്കെ എല്ലാത്തിലും നിറച്ചിട്ട് നമുക്ക് ചെടി നട്ടിരുന്നു. അതിലെന്താണ് പറഞ്ഞ? കുറച്ച് മുളക് കൂടെ ബാക്കിയുണ്ട്, അത് നട്ടു കൊടുക്കാം. അവൻ അനങ്ങാതിരുന്നെന്തെങ്കിലും കളിക്കും. അവൻ അനങ്ങാതിരുന്നെന്തെങ്കിലും കളിക്കണം. ഇപ്പോഴേ മാറ്റി ഇച്ചി കൂടെ ആകുമ്പോഴത്തേക്കും അല്ലെ അവന് കരണ്ടിൽ കളിക്കണം. അവരുടെ വീട്ടിലെ സ്വിച്ച് ഇട്ട, അവരുടെ വീട്ടിലെ ഫാനിന്റെ സ്വിച്ച് ഇട്ട, അടുക്കളയിലെ ലൈറ്റ് അങ്ങനൊക്കെ ആക്കി വെച്ചു. ഭാവി ഇലക്ട്രീഷ്യനാണ്. മണ്ണിനിയും വേണ്ടി വരുമല്ലേ? തീർച്ചയായും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓ ഒന്നുമില്ല കേട്ടില്ല അല്ലേ? തക്കാളി കണ്ടില്ലേ? കത്തിരിക്കയും തക്കാളിയും കണ്ട നല്ലപോലെ അറിയാം. അപ്പൊ നമ്മൾ 6 ഗ്രോ ബാഗിനകത്ത് മണ്ണും കരിയിലയൊക്കെ നിറച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെടികള് ചട്ടിന്ന് പറിച്ച് ഇതിൽ നട്ടു കൊടുക്കാം. അത്യാവശ്യം വലുതായി എല്ലാം. അപ്പൊ ഈ 2 എണ്ണം വെച്ച് ഞാൻ എല്ലാത്തിനകത്ത് നടുവാണ്. ഇവിടെ 2-3 ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു. അതുകൊണ്ട് കണ്ട മണ്ണ് മൊത്തം ചെളിമണ്ണ് പോലാണ്. കല്ലൊക്കെ മാറ്റിക്കൊടു. അപ്പൊ നമ്മൾ 6 ചാക്കിനകത്തും ഈ 2 മുളക് തൈ വെച്ച് നട്ടിട്ടുണ്ട്. ഇതിലൊരെണ്ണം കൂടെ ആക്കാം. ഓ അപ്പൊ നമ്മൾ 6 ചാക്കിനകത്തും ഈ 2 തൈ വെച്ച് നട്ടിട്ടുണ്ട്.
ഇനി എന്തായാലും ഒരു പറിച്ചുനടിയിലല്ലേ, ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് അടിച്ചു കൊടുക്കാം. കുറച്ച് മതി, ചളിയായിട്ടിരിക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ചളി വരും. അപ്പൊ നമ്മൾ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടു, ഫ്രൂട്ടിന്റെ തണ്ട് നട്ടു, പിന്നെ മുളക് നട്ടു, ചീര നട്ട്. ചീരയിലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു, ഇനി ഒഴിക്കണ്ട. ഇനി എല്ലാം വളർന്നു വരട്ടെ, നമുക്ക് കാണാം. അപ്പം എൻ്റെ തക്കാളിക്ക് ഒരു ഊന്ന് കൊടുക്കണം. അല്ല, ഊന്നല്ല, കമ്പ്. ഊന്ന് വടി നാട്ടി കൊടുക്കണം. അതെല്ലാം ചരിഞ്ഞു തുടങ്ങി. അപ്പൊ അതിനൊരു കമ്പ് വെട്ടണം. ഇനി കുറച്ച് മണ്ണൂടെ വാരിക്കൊണ്ടിടണം. പിന്നെ ബാക്കി മുളക് വാരി നടാണ്ട് അസിസ്റ്റന്റ് അവിടെ കയറി മോൻ പൊത്തിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുമ്പോഴേക്കും. അല്ല, അതിനു മുന്നേ വേറൊരു കാര്യം പറഞ്ഞില്ല, നമ്മുടെ പയറും വെണ്ടയൊക്കെ നട്ട അപ്ഡേറ്റ്. അതിന്റെ അപ്ഡേറ്റ് എന്താണ്? അതിന്റെ അപ്ഡേഷൻ പറയാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും